യേശുവിൽ ഏറ്റവും പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ക്രിസ്മസ് കാലഘട്ടത്തിലൂടെ കടന്നു പോവുകയാണല്ലോ. ക്രിസ്മസ് ആഘോഷവും എല്ലാം നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ മനസ്സിൽ ഏറെ സന്തോഷം നൽകുന്ന ഒന്നാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ആ സന്തോഷത്തിന് നിമിഷങ്ങളിലും ചില വ്യക്തികൾക്ക് ക്രിസ്തുവിൻ്റെ ജനനം ദുഃഖകരമായ ഒന്നായി മാറുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് അവരുടെ ജീവിതത്തിൽ അനേക കാര്യങ്ങൾ സന്തോഷിക്കുമ്പോൾ അവർക്ക് ദുഃഖം തോന്നുന്നത്? യേശുവിൻ്റെ ജനനം ഒരു വെല്ലുവിളിയായി മാറുമ്പോഴാണ്. പ്രിയമുള്ളവരെ, ഹെറോദസിൻ്റെ ജീവിതത്തിലാണ് ഈ തിന്മ ഏറ്റവും ശക്തമായി നാം കാണുന്നത്. ഒപ്പം തന്നെ മിശിഹ നിന്ദിക്കപ്പെടുകയും നിരസിക്കപ്പെടുകയും ചെയ്യുമെന്ന പഴയ നിയമത്തിൻ്റെ പ്രവചനത്തിൻ്റെ ഏശയ്യാ 53:3 ഇത് നിറവേറ്റപ്പെടുകയാണ്. ദൈവത്തെക്കുറിച്ച് അറിഞ്ഞാൽ മാത്രം പോരാ, ദൈവത്തെ അറിയണം, ദൈവത്തെ അനുഭവിക്കണം. ഇതാണ് പ്രാധാന്യം. ഹെറോദോസും മറ്റ് വ്യക്തികളും യേശുവിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, പക്ഷേ യേശുവിനെ അറിഞ്ഞില്ല, യേശുവിൻ്റെ സ്നേഹം അനുഭവിച്ചിട്ടില്ല. ക്രിസ്തുവിൻ്റെ ജനനസമയത്ത് ഇവരൊക്കെ ശക്തമായി എതിർത്തു. ഒപ്പം തന്നെ സ്വാർത്ഥപരമായ ചില ആഗ്രഹങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാകുമ്പോൾ അതിനെ എതിർക്കുന്ന വ്യക്തികളെ നാമും എതിർക്കും. പ്രിയമുള്ളവരെ, നന്മ എന്ന് പറയുന്നത് ഞാൻ ചെയ്യുന്ന മാത്രം, ഞാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തി ചെയ്യുന്ന മാത്രം എന്ന ചിന്ത മനസ്സിൽ വരുമ്പോൾ മറ്റുള്ളവരിൽ നന്മയും ഉയർച്ചയും വളർച്ചയും ഉൾക്കൊള്ളാൻ പറ്റാത്ത അവസ്ഥയിൽ ഒരു തരത്തിൽ നന്മ ചെയ്യുന്ന വ്യക്തികളെ എതിർക്കും. അവർക്ക് മാത്രമേ നന്മയും ചെയ്യാൻ പാടുള്ളൂ എന്ന ബോധ്യം വരുമ്പോൾ അവരല്ലാതെ ആര് നന്മ ചെയ്താലും അവർ മാത്രമേ പ്രകാശത്തിലാകുകയുള്ളൂ. ഇവർ യഥാർത്ഥത്തിൽ അന്ധകാരത്തിലാണെന്ന ബോധ്യം അവർക്ക് കാണത്തുമില്ല. ഒപ്പം പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്ത പേടകത്തിലേക്ക് നിങ്ങൾ സമർപ്പിക്കണം. ഇത് നിങ്ങൾ സമർപ്പിച്ച നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളും അൾത്താരയിലേക്ക് അച്ഛൻ സമർപ്പിക്കുന്നു. അച്ഛൻ ഈശ്വരാശ്വാന്തരം, നമ്മുടെ കർത്താവായ ശംശാകൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കട്ടെ.